അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ സഹോദരൻ ഉമ്മരി മാഷ് ഒരു പോക്സോ കേസിലകപ്പെട്ട് അറസ്റ്റിലാണ്. വിവരങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നാളെയോട് കൂടിയൊക്കെ എല്ലാവരും അറിയും. ആ വിവരം നിങ്ങൾ ഇനി അറിയുന്നവരൊക്കെ ഓരോരുത്തർ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജിൽ കാര്യങ്ങൾ അന്വേഷിക്കും. എല്ലാവരോടും ഓരോ പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് അത്ര ഒരു നമുക്കൊന്നും സന്തോഷകരമായൊരു കാര്യം അല്ലാത്തത് കൊണ്ടും പിന്നെയും ഈ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ മടിയുള്ളത് കൊണ്ടും ആണ് ഈ ഗ്രൂപ്പിൽ ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30 മണിക്ക് മാഷെ കാലിയാ റോട്ടിലുള്ള നമ്മളെ ഓഫീസ് റൂം നിങ്ങളെ കണ്ടക്കുമല്ലോ, അവിടെ ഗേൾസ് സ്കൂളിലെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്തോ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മാഷെടുത്ത് വന്നു. അപ്പോൾ മാഷ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പ്രിൻ്റർ മെഷീനൊക്കെ ഓണാക്കി മാഷ് ഇങ്ങനെ പുറത്തേക്ക് നിന്ന് കുട്ടി റൂമിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ വേറെ 2 കുട്ടികൾ ഇങ്ങനെ നടന്ന് വരുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, മാഷെ അവരോട് സാറേ എന്നെ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടികൾ കയറി വന്ന് ഈ കുട്ടീനെ ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു ഇവിടെ ഇല്ലല്ലോ. അല്ല, അവൾ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ. ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് മാഷും പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, സാറേ ഡോറ് ക്ലോസ് ചെയ്തളി, ലോക്ക് ചെയ്തളി, അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. മാഷെടുത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, അപ്പോൾ ഇതിൽ നമ്മളടുത്തൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കൂടി അതൊക്കെ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ എന്തോ ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് അള്ളാൻ്റെ വിധി ഉണ്ടായതുകൊണ്ടായിരിക്കാം അങ്ങനെ അദ്ദേഹം ആ ഒരു വലിയ അബദ്ധം പൊട്ടത്തരം ചെയ്തു. ആ ഡോറ് പൂട്ടി മൂപ്പര് താഴത്തേക്ക് ഇറങ്ങി കുട്ടികളോട് എന്താ കാര്യമെന്ന് ചോദിക്കണമെന്നൊക്കെ കരുതി ഇങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോൾ ഈ പോയ 2 കുട്ടികൾ താഴത്തവിടെ ഓട്ടോറിക്ഷക്കാരോട് വിവരം പറഞ്ഞു, അങ്ങനെ മാഷ റൂമിൽ ഒരു കുട്ടി ഉണ്ട്, പെൺകുട്ടിയുണ്ട്, മാഷ ഓളവിടെ എല്ലാവരും കണ്ട് അവളെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ഇങ്ങനത്തെ കേസ് കേട്ട ഓട്ടോറിക്ഷക്കാർ പല കുറ്റപ്പെടുത്തുന്നുള്ള ഏതാളുകളാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം കേൾക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും ആവേശം കയറുന്ന ആൾക്കാരും ഇങ്ങനത്തെ ഒക്കെ ആളുകൾ ഓട്ടോറിക്ഷക്കാരൊക്കെ ഏതായാലും ഒരാട്ട് മേലേക്ക് പാഞ്ഞു കയറി. അങ്ങനെ പിന്നെ മാഷോട് ചോദിച്ചാൽ പിന്നെ മാഷ് ഇത് കുട്ടിയോടെ ഇല്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിന് ഒരു കളവ് പറഞ്ഞത് കൊണ്ട് പിന്നെ ആ കളവ് തന്നെ ഇവരോടും പറഞ്ഞു, ഓട്ടോറിക്ഷക്കാരോടും പറഞ്ഞു. പിന്നെ അതങ്ങനെ കളവ് പിന്നെ ചാവി ചോദിച്ചു, ചാവില്ല, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വെറുതെ ആദ്യം ഒരു കളവ് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നെ സ്വാഭാവികമായിട്ടും വരുന്ന അങ്ങനെ സംഭവങ്ങളുണ്ടായി. അതിൻ്റെ ഉള്ളിൽ ഉണ്ടും തിരക്കും അതിൽ പിന്നെന്തോ മാഷാര തല്ലി ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ഇവരാരൊക്കെ ആ ഡോറിൻ്റെ മേലെ കൂടെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കുട്ടീനെ കണ്ടു. അപ്പോൾ കുട്ടി അവിടെ ഉണ്ട് കാരണം കണ്ടതായി. ഏതായാലും മാഷ് ഡോറ് തുറന്നു. മാഷ് തുറന്നതിന് മാഷ് ചാവി കൊടുത്തിട്ട് മറ്റൊരു തുറന്നല്ല, എന്താണെങ്കിലും ഡോറ് തുറന്നപ്പോൾ കുട്ടി അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ കുട്ടി ഒന്നും പറഞ്ഞു ഞാൻ പ്രിൻ്റ് എടുക്കാൻ വന്നാണ്, അതിനെന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കുട്ടി നല്ല ബോൾഡായിട്ട് തന്നെ പെരുമാറി. അങ്ങനെ കുട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ പ്രശ്നം ശരിക്കും അവിടെ അങ്ങനെ അവസാനിച്ചു. പക്ഷേ പിറ്റേ ദിവസം തിങ്കളാഴ്ച മാഷിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ ലീവിലാണ്. മൂപ്പര് കുറേ ലീവുകൾ എടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അതായത് അടുത്ത മെയ് മാസത്തോടു കൂടി മൂപ്പര് റിട്ടയർഡ് ആവുകയും ചെയ്യും. അപ്പോൾ അയാൾ ലീവിലാണ്. അപ്പോൾ ഏതായാലും പിന്നെ ആരോ ചൈൽഡ് ലൈനിക്ക് വിളിച്ച് പറഞ്ഞ്, ചൈൽഡ് ലൈനിൽ നിന്ന് സ്കൂളിൽ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ടീച്ചറുണ്ട്, ആ ടീച്ചറെ വിളിച്ച് പിന്നെ അതൊക്കെ നിയമപരമായിട്ട് അങ്ങനെ പോയി. അവർ ഇതാക്കൽ, പോലീസായിട്ട് ബന്ധപ്പെടൽ, പോലീസിൻ്റെ കുട്ടീൻ്റെ മൊഴിയെടുക്കൽ, ഇങ്ങനെ അതങ്ങനെ പോയി. പക്ഷേ ഈ മാഷെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര സംഭവമാണെന്നോ അല്ലെങ്കിൽ കുടുത്തമുട്ട കേസാണോ എന്നൊന്നും മനസ്സിലായില്ല. കാരണം മൂപ്പരൊന്നും ചെയ്തിട്ടില്ല എന്ന്, അതുകൊണ്ട് അയാൾക്കൊരു പേടിയില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് പോക്സോ ആണ്. ഇതിപ്പോൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കുട്ടീൻ്റെ മൊഴിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ വരും. അപ്പോൾ തന്നെ നമ്മൾ കരുതണം എന്നൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തു. ഏതായാലും പിന്നെ അങ്ങനെ വൈകുന്നേരം ഞാനും മാഷും കൂടി വണ്ടൂരിൽ നിന്നിട്ട് മാറി നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നിലമ്പൂർ പോയി. അവിടുന്ന് ഞങ്ങളൊരു വക്കീലിൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇതായപ്പോൾ പിന്നെ ഈ കുട്ടീൻ്റെ മൊഴിയും ഇതൊക്കെ എന്തായാലും നെഗറ്റീവാണ് എന്നുള്ളൊരിത് വന്നപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചു. അപ്പോൾ പിറ്റേന്ന് കുട്ടീനെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുകയും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് മൊഴി
കൊടുക്കുകയും ചെയ്യും എന്നറിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കുട്ടിൻ്റെ വീട്ടിൽ ഒരാളുകളെയൊക്കെ പറഞ്ഞയച്ച് അവരോട് സംസാരിക്കാനും ഒക്കെ ഇതാക്കി. പക്ഷേ കുട്ടിൻ്റെ പേരൻസ് ഭയങ്കര ഇതിൽ ഉറച്ചു നിന്ന് അവർ ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും കോംപ്രമൈസ് ഒന്നും നടന്നില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് അന്ന് രാത്രി മാഷ് ഇവരെ വക്കീലിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുന്ന് മാറി നിന്നു, അതായത് നാട്ടിൽ നിന്ന് മുങ്ങി. പിന്നെ ചൊവ്വാഴ്ച മജിസ്ട്രേറ്റിൻ്റെ അതായത് കുട്ടീനെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കി. അപ്പോൾ അങ്ങനെ ശാരീരിക ബന്ധങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഇത് തെളിഞ്ഞു. മറ്റേ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്ന് മൊഴി കൊടുത്തു. പക്ഷേ അതിൽ എന്തോ ഒരു കെട്ടിപ്പിടിച്ചു അങ്ങനെ എന്തൊക്കെ കുട്ടി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് ചുമത്തി. നമ്മൾ SI ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. SI എന്താണെങ്കിലും ഇത് ഇതാകണം, കാരണം വേറൊരു വകുപ്പും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വക്കീലായിട്ട് പോക്സോൻ്റെ വക്കീലായിട്ട് സംസാരിച്ചു. അവരും മുൻകൂർ ജാമ്യം കിട്ടൂല എന്നുള്ളത് പറഞ്ഞു. പിന്നെ എന്തായാലും സറണ്ടർ ആവുക, സറണ്ടർ ആയതിനു ശേഷം റിമാൻഡ് ഉണ്ടാവും, ചിലപ്പോൾ 1 മാസം ഒക്കെ ആയിരിക്കാം. എന്തായാലും ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. അതിൻ്റെ ശേഷം ആ സമയത്ത് ജാമ്യം കിട്ടിയതിന് ശേഷം കോംപ്രമൈസ് ഇതാക്കാം എന്നുള്ള നിലപാടിൽ ഞാൻ മാഷെ ബന്ധപ്പെട്ടു, തിരിച്ചു വരാൻ പറഞ്ഞു. മാഷ് വന്നു. അങ്ങനെ നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോയി കീഴടങ്ങി. ഇതാണ് സംഭവിച്ചത്. ഈ ന്യൂസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പോലീസുമായിട്ടും ഒക്കെ എല്ലാവരും സഹകരിച്ചു, അവരൊക്കെ നന്നായിട്ട് സഹകരിച്ചു. പിന്നെ നമ്മളെ മീഡിയകൾ, ചാനലുകാരൊക്കെ എല്ലാവരും നമ്മൾ സഹകരിച്ചു. പക്ഷേ ഈസ്റ്റ് ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മരക്കരകുന്നമല്ല അയ്യൂബ് ഉണ്ടല്ലോ, DYFIൻ്റെ, അവൻ മാത്രമാണ് വാശിയിൽ ഓന് ഒരാളുതായിട്ട് കൊടുക്കാതെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിന് പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തില്ല, കാരണം അവിടെ ഒച്ചയുമ്പോൾ ഉണ്ടാക്കി അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആക്കി. ഓൻ എന്തായാലും കൊടുക്കുമെന്ന് പറഞ്ഞു. ഓന് പല സംഗതികളും നമ്മൾ ക്യാഷായിട്ടും മറ്റേതായിട്ടും ഒക്കെ വാഗ്ദാനം ചെയ്തു. പലരുമായിട്ടും അവനെ സംസാരിപ്പിച്ചു. അവൻ ഭയങ്കര പിടിച്ച വാശിയിൽ നിന്നു. ഓനാണ് ഇപ്പോൾ ഇത് ഭയങ്കര റിപ്പോർട്ടായിട്ട് മാഷ പേരും ഇതും സിനിമൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൊടുത്ത്. ഏതായാലും അങ്ങനെ ഇതാക്കി. പിന്നെ ഈ 1 മാസമോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ എന്തായാലും ജയിലിൽ റിമാൻഡ് അനുഭവിക്കുള്ളൂ. അത്ര കിടങ്ങുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമല്ലല്ലോ ഇപ്പോൾ ഇതിലൊരു ഫോട്ടോ വന്നു എന്നുള്ളത്. അപ്പോൾ ഏതായാലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. മാഷ് അങ്ങനെ ഇപ്പോൾ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. മെഡിക്കൽ എടുത്തു, മജിസ്ട്രേറ്റ് ഇന്നില്ല, വീട്ടിലില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ മഞ്ചേരി പോക്സോ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു സഹോദരനാണ്. മാഷുമായിട്ട് പരിചയപ്പെട്ടവർക്ക്, ഇടപഴകിയവർക്കൊക്കെ അറിയാം മാഷ് സ്വഭാവം എന്താണെന്നുള്ളതും മാഷ് ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളതൊക്കെ. അപ്പം എന്തായാലും റിമാൻഡ് ഇല്ലാതെ കഴിയില്ല, കാരണം ഓരോ നിയമത്തിൻ്റെ ഒരു കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ഈ വകുപ്പിൻ്റെ ഇതിൽ റിമാൻഡ് ഇല്ലാതെ ഒരിക്കലും ഈ കേസ് തീരില്ല, ജാമ്യം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ സറണ്ടർ ആയത്. അപ്പോൾ എല്ലാവരും ജാമ്യം കിട്ടിക്കഴിഞ്ഞ റിമാൻഡ് കാലാവധി അധികം ദീർഘിപ്പിക്കാതെ ജാമ്യം ജാമ്യം കിട്ടുവാനും അതിനുശേഷം കോംപ്രമൈസായി മാഷ് നിരപരാധിയായി, കേസുകൾ ഒന്നും വലിയ കേസ് ഇതൊന്നും ഇല്ലാതെ നിരപരാധിത്വം തെളിയിച്ച് ഈ സമൂഹത്തിൽ വന്ന് നമ്മളെ അവിടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് വസിയത്ത് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഒരു നേരത്തെ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു പൊട്ടത്തരം ആണ്, കാരണം ആ ഡോറ് പൂട്ടി എന്നുള്ള ആ ഒരു വിഡ്ഢിത്തരാണ് മാഷെടുത്ത് പറ്റിയത്. നമുക്കൊക്കെ പറ്റാവുന്ന അല്ലെങ്കിൽ പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം, അള്ളാഹിൻ്റെ ഒരു കഥ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടെങ്കിൽ അതൊക്കെ വരും. നമ്മളൊക്കെ ഖദറിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ സംഭവിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ടൊക്കെ നമ്മളൊക്കെ അതിലൊക്കെ പെടാതിരിക്കാൻ അള്ളാഹിൻ്റെ കാവലിനെ തേടുക എന്നാണ് പറയാനുള്ളത്. ഏതായാലും മാഷക്കും മാഷ ഫാമിലിക്കും ഒക്കെ മാനസിക ആരോഗ്യം ഉണ്ടാവാനും ക്ഷമ ഉണ്ടാവാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.